നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് വിദേശ വ്യവസായിയുടെ മൊഴി. ശബരിമലയിൽ നിന്നും സ്വർണം കൂടാതെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായി അന്വേഷണ സംഘങ്ങളോട് വെളിപ്പെടുത്തിയത്. 2019-2020 കാലഘട്ടങ്ങളിലായി 4 വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയത്. സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഈ കച്ചവടത്തിന്റെയും ഇടനിലക്കാരൻ. ഡി-മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ കച്ചവടത്തിൽ പങ്കെന്നാണ് വ്യവസായിയുടെ മൊഴിയിലുള്ളത്. ഉന്നതനും ശ്രീകൃഷ്ണൻ പോറ്റിയും ഡി-മണിയും മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്നും വ്യവസായി മൊഴി നൽകി. മൊഴിയുടെ ആധികാരികത കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനാണ് SITയുടെ തീരുമാനം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി VN വാസവനും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇന്ന് നിർണായക ദിനമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. CBI അന്വേഷണം എന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ ലക്ഷ്യം വയ്ക്കുക CPM നേതാക്കളായ VN വാസവനെയും കടകംപള്ളി സുരേന്ദ്രനെയും ആകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. മുൻ ദേവസ്വം മന്ത്രി പ്രസിഡന്റുമാർ പ്രതികളായ കേസിൽ ദേവസ്വം മന്ത്രിമാർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ച ഉയരുന്നുണ്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഇതിനോടകം പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPMന്റെ 2 പ്രമുഖ നേതാക്കൾ ശബരിമല സ്വർണ്ണക്കേസിൽ പ്രതിസ്ഥാനത്തെത്തിയാൽ മൂന്നാം പിണറായി സർക്കാർ എന്ന ഇടതു സ്വപ്നം അത്ര എളുപ്പമാകില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻകൂർ ജാമ്യം തേടി KP ശങ്കർദാസും N വിജയകുമാറും ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു. A പത്മകുമാർ പ്രസിഡന്റായിരുന്ന സമയം ഇവർ രണ്ടുപേരും ബോർഡിലെ മെമ്പർമാരായിരുന്നു. കഴിഞ്ഞ ദിവസം SITയുടെ അന്വേഷണത്തെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ച ഘട്ടത്തിൽ ഇരുവരുടെയും പേരുകൾ പരാമർശിക്കുകയും ചെയ്തിരുന്നു. ബോർഡ് മെമ്പർമാരായിരുന്ന വിജയകുമാർ, ശങ്കർദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്യാത്തതെന്നായിരുന്നു കോടതി ചോദിച്ചത്. കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇരുവരും മുൻകൂർ ജാമ്യ നീക്കം നടത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൽ തനിക്ക് മാത്രമല്ല ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. അതേസമയം കേസിൽ ഹൈക്കോടതി പരാമർശങ്ങൾക്കെതിരെ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിലെ മറ്റു ഹർജിയിൽ ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. 2019 ബോർഡ് മെമ്പർമാരായിരുന്ന ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ എന്തിനൊഴിവാക്കിയെന്നും ഇരുവർക്കുമെതിരെ നടപടി എന്തുകൊണ്ട് എടുത്തില്ലെന്നും കോടതി ചോദിച്ചിരുന്നു. വൻ തുകകൾ ഒഴിവാക്കപ്പെടരുതെന്ന് കോടതി പറയുകയും ചെയ്തു. ഡിസംബർ 5-ന് ശേഷം അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ തള്ളി ഉത്തരവിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങൾ. ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങൾ കൊണ്ട് തന്നെ CBI അന്വേഷണം വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ ഒരു CBI അന്വേഷണം വന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.